എടി നാളത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാം? നാളത്തെ ദിവസത്തെ പ്രത്യേകത ലോക ലഹരി വിരുദ്ധ ദിനല്ലേ? അതന്നെ, നാളെ റാലിയും പോസ്റ്ററും ഒക്കെ കണ്ടു മടുത്ത്. പോസ്റ്ററിൽ തലയോട്ടിന്റെ ചിത്രം, സിറിഞ്ചും ഇതൊക്കെ തന്നെ ഉള്ളു മറക്കാനും. ഇത്രയും കാലം ലഹരിനെ കുറിച്ച് ചിന്തിക്കാത്തവർ വരെ നാളെ സ്റ്റോറിയും സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് നിറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉള്ളു ലഹരിയായിട്ട്. ഇതൊക്കെ തന്നെയുള്ള ലഹരിയായിട്ടെന്ന് ചോദിച്ചാൽ, ലഹരി എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരാളെ ഒരു കാര്യത്തിൽ ലയിച്ചു പോയിട്ട് അതിന് പിന്തിരിപ്പിക്കാൻ പറ്റാത്തതല്ലേ ലഹരി? അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മലപ്പുറത്ത് ഫുട്ബോൾ ലഹരിയാക്കുന്ന എത്ര ചെക്കന്മാരുണ്ട്. ഈ കുക്കിംഗ് ലഹരി കണ്ടെടുക്കുന്ന എത്ര പേരുണ്ട്? പുറത്തുനിന്ന് ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് സ്വന്തം റെസിപ്പി പ്രിപ്പയർ ചെയ്യുന്നത്, അതിലെ ലഹരി കണ്ടുപിടിക്കുന്നവര്. പാട്ട് ലഹരി കണ്ടെത്തുന്ന എത്ര പേരുണ്ട്. അത് ആസ്വദിക്കുന്ന എത്ര പേരുണ്ട്. വായനയിലൂടെ ലഹരി കണ്ടെത്തുന്നവർ എത്ര പേരുണ്ട്. പല കഥകളൊക്കെ കണ്ടുപിടിച്ച് വായിക്കുന്നതല്ലേ ലഹരി. സ്പോർട്സിൽ ലഹരി കണ്ടെത്തുന്നവരുണ്ട്. കലയിൽ ലഹരി കണ്ടെത്തുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് എത്ര തരം ലഹരികളാണുള്ളത്? ലഹരികൾ തന്നെ ഉണ്ട് രണ്ട് വിധത്തിൽ. നമ്മുടെ സമൂഹത്തിൽ ലഹരികൾ തന്നെ രണ്ട് വിധത്തിലുണ്ട്. നമ്മളെ ഉയരങ്ങളിലോട്ട് എത്തിക്കുന്ന ലഹരികൾ, നമ്മളെ താഴ്ചയിൽ അടിച്ചമർത്തുന്ന ലഹരികളും. നമ്മളെ ഉയരങ്ങളിലോട്ട് എത്തിക്കുന്ന ലഹരികളെ തേടി പോവുക. നമ്മളെ താഴ്ചയിലോട്ട് അടിച്ചമർത്തുന്ന ലഹരികളെ നമ്മൾ നിഷേധിക്കുക. Yes to life, no to drugs.